ചെറുവള്ളിക്കാവ് ദേവി സന്നിധിയിലേക്കും ജഡ്ജി അമ്മാവൻ്റെ സന്നിധിയിലേക്കും ഏവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്ത് നിന്നും 7 കിലോമീറ്റർ പോയാൽ ചെറുവള്ളി ഭഗവതി ക്ഷേത്രത്തിലെത്താം. പൊൻകുന്നം മണിമല റോഡിൽ വഴിയരികിൽ മനോഹരമായ വലിയ ക്ഷേത്രഗോപുരം കാണാം. ക്ഷേത്രത്തിന് ഏകദേശം 1100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. വളർന്ന് പന്തലിച്ചു നിന്ന വരിക്കപ്ലാവ് വെട്ടി താഴെയിടാതെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അതിൻ്റെ കാതലിൽ കൊത്തിയെടുത്ത ദാരു വിഗ്രഹമാണ് ചെറുവള്ളി ദേവി വിഗ്രഹം. ദേവിയുടെ തിരുനാൾ മീനമാസത്തിലെ പൂര നക്ഷത്രമാണ്. മഹാദേവൻ കുടുംബസമേതമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പ്രധാന പ്രതിഷ്ഠയായ ചെറുവള്ളി ഭഗവതിയെ കൂടാതെ ക്ഷേത്രസന്നിധിയിൽ ഉപദേവാലയങ്ങളിൽ ഗണപതി, കൊടുങ്കാളി, യക്ഷി, വീരഭദ്രൻ, അയ്യപ്പൻ, ബ്രഹ്മരക്ഷസ്, മഹാവിഷ്ണു, ദുർഗാദേവി, സുബ്രഹ്മണ്യൻ, നാഗരാജാവ്, നാഗയക്ഷി, കരിനാഗം എന്നീ ഉപദേവതകളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്ന മറ്റൊരു ഉപദേവാലയം കൂടി ചെറുവള്ളി ഭഗവതി ക്ഷേത്ര സന്നിധിയിലുണ്ട്. അതാണ് ജഡ്ജി അമ്മാവൻ കുടികൊള്ളുന്ന ഭക്തിസാന്ദ്രവും ചരിത്രപ്രസിദ്ധവുമായ ഉപദേവാലയം. ജഡ്ജി അമ്മാവൻ കുടികൊള്ളുന്ന ഉപദേവാലയ നട പകൽ സമയത്ത് തുറക്കത്തില്ല. രാത്രിയിൽ ഏകദേശം 8 മണിയോടുകൂടി മാത്രമേ ഈ നട തുറക്കുകയുള്ളൂ. ജാതിമത ഭേദമന്യേ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ജഡ്ജി അമ്മാവനെ തേടിയെത്തുന്നു. ജഡ്ജി അമ്മാവന് ഒരേ ഒരു വഴിപാടാണുള്ളത്. ഈ വഴിപാടിന് പണ്ട് മുതലേ വെള്ളംകുടി എന്നാണ് പറയുന്നത്. ജീവിച്ചിരുന്നപ്പോൾ ന്യായത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ നിഷ്പക്ഷമായി നീതി നടപ്പിലാക്കി കുറ്റവാളിക്ക് അർഹിക്കുന്ന ശിക്ഷ വിധിച്ചും നിരപരാധികളെ എന്നും തുണച്ചും അതിനിപുണനും മഹാപ്രതിഭയുമായിരുന്നു ജഡ്ജി അമ്മാവൻ. ഇന്നും ആ മഹത്വം നിലനിർത്തുന്നു എന്നത് അനുഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. അമൃതവരദായിനിയായ ചെറുവള്ളി ഭഗവതി ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹാശസ്സുകൾ വർഷിക്കുമ്പോൾ ന്യായമായ എല്ലാ കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് കോടതി കേസുകളിൽ പെട്ടുടലുന്ന നിരപരാധികൾ മോചനം ലഭിക്കുന്നതിന് ജഡ്ജി അമ്മാവനെ തേടിയെത്തുന്നു. സത്യസന്ധനും നീതിമാനുമായ അദ്ദേഹം അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്.